അങ്ങനെ ഗായ്സ് അപ്പൂസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൂസിന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്താ അപ്പൂന് പറയാനുള്ളത്? ആകെ നെക്കി കൂട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണുള്ള പരിപാടി ഉണ്ടോ. കാലിൽ കയറിയത്തെ കാട്ടിൽ പറയല്ലോ. ഇപ്പൊ ഗീറൊക്കെ പണം പൊളിച്ചടിക്കുവോ? എവിടെ തുമ്പത്തൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോ മമ്മാക്ക് നീച്ചു കൊടുക്കണ്ട് ജി. യെസ് ഗായ്സ്, അപ്പോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഫുള്ള് നമ്മള് കൊറേ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഇതിലോ. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ എങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്നിട്ടില്ല വ്ളോഗല്ലേ, അത് എത്ര എഴുതിയിട്ട് എടുക്കുക. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഇന്ന് ദിലു അവക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഓളെ സ്വന്തം പൈസക്ക് പോവാണ് ഗായ്സ്. എന്നൊക്കെ പറയും, ഞാൻ തന്നെ പറയാം, ഓളും തന്നെ പറയാം. കാരണം ഓൾക്ക് 3 ദിവസം വർക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് മൈലാഞ്ചിന്റെ വർക്ക് ഇട്ടിട്ടുണ്ട്. ആ പൈസക്ക് ഞങ്ങൾ ഇന്ന് പോയിട്ട് അടിച്ചു പൊളിച്ച് എനിക്ക് ഡ്രസ്സ് അപ്പൂസിന് ദിലൂന് ഗായ്സ്. അപ്പോ ഇവിടുത്തെ ഫോൺ എടുത്തില്ല, ഫോണൊക്കെ എടുത്തു ഗൈസ്. കണ്ടോ ഫോണ് എടുത്തിട്ട് ഗൈസ്. ബാങ്ക് അക്കൗണ്ടൊക്കെ നമ്മളിലാറെ എന്താ ഇഞ്ചിലാറെ പൈസയാണ് ബാങ്ക് അക്കൗണ്ടിൽ പോലെ. എന്താ മറ്റേ ഇവലൊക്കെ ഇൻകം ടാക്സ് ഒക്കെ വന്നുകൊണ്ട് നാള് ഒപ്പിട്ടൊക്കെ പോയില്ല ദിലു. കാരണം ഓള അക്കൗണ്ടിൽ പൈസ ഇങ്ങനെ മറിഞ്ഞിട്ടേ. അപ്പോൾ ഇന്ന് ദിലു എന്ത് ചെയ്യാണ്, ഓളെ വകയാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. എന്നിക്കല്ല ദിലു എന്നെ പറയും. കാരണം ഓള് പൈസ ഉണ്ടോ, ഓളെ പൈസക്ക് ഓക്ക് വില ഉണ്ട്. നമ്മള് പൈസ എന്നാലും ശരി പിന്നെ നിങ്ങളെ കല്യാണം കഴിച്ച പിന്നെ എത്തിനാ അത് ഇതെന്നൊക്കെ പറഞ്ഞു എത്താ എനിക്ക് പറയല്ലത്. എന്റെ പൈസ അതല്ല പറഞ്ഞത്. എന്റെ പൈസക്ക് ഇജല എടുക്കേണ്ടത്. അപ്പൊ ഓർപ്പിച്ച് ഓള് ഇച്ചെടുത്ത് തരും, ഞാൻ ഓക്കെടുത്ത് കൊടുക്കും. അങ്ങനെ ആക്കിട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ ഇവിടേക്ക് പോണെന്ന് വെച്ചാൽ മഞ്ചേരി മറ്റേ എന്താ പറയാ കസവ് കേന്ദ്രീക്കാണ് ഞങ്ങൾ പോണത്. സമയം ഏകദേശം 12 ആയിക്കണ്. ഞങ്ങൾ 10 മണിക്ക് പുറപ്പെടും പറഞ്ഞ മനുഷ്യന്മാരാണ് ഈ ഇരിക്കുന്നത്. ഇവര് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ ഞങ്ങള് നോക്ക് പറയാനുള്ളത് ഓർക്കം വരുന്നുണ്ട്. അപ്പൊ എന്റെ അനിയത്തിന്റെ കല്യാണമാണ് അടുത്ത മാസം. അപ്പൊ അതിന് വേണ്ടിയില്ല പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കാണ് ഗൈസ്. അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. അപ്പൂസിന് ഇഞ്ചി വേണമല്ലോ കേട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങൾ നേരെ ഇനി വണ്ടൂർ പോകണം, ഓളെ അനിയത്തിന് എടുക്കണം. അവിടുന്ന് നേരെ പിന്നെ മഞ്ചേരി പോകണം. പോണ വൈക്കുന്ന കാണാം. ഓക്കെ അങ്ങനെ ഗൈസ് ഞങ്ങള് കാരക്കുന്ന് എത്താനായി. മിന്നുവിന്റെ അടുത്തപ്പോ മിന്നു എന്നെ കാണാൻ മിന്നുവിന്റെ അടുത്തിട്ടേ മിന്നുവിനെ എടുത്തപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങളെ സുട്ടപ്പന്നെ ഒങ്ങാണ്. സുട്ടുമ്മ ഉറക്കത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. ഇന്നൊന്നും പറ്റൂല. അപ്പൊ ഫുൾ ഇക്കമ്മൂടാണ് ഇപ്പൊ. അപ്പൂസ് ഫുള്ള് ഇക്കാന്റെ മടിയിലിരുന്നാണ്ട് ആട്ടത്തൊക്കെ നോക്കിയാണ്ട് അന്ന് വിട്ടുകാണ്ട് ഇരിക്കാണ്. അവിടുന്ന് അനങ്ങണം കൂടി ഇല്ല, നീച്ചല്ല. അവിടുന്ന് അനങ്ങണ തന്നെ അല്ല. വെള്ളം കൊടുത്തിട്ട് കുട്ടി അങ്ങനെ നിന്നാണ്ടാ കുടിച്ചത്. എന്നിട്ട് ഞാൻ എടുക്കുമെന്ന് പേടിച്ചിട്ടേ. എന്നിട്ട് വായില് വെള്ളം വെച്ചുകൊണ്ട് ഇങ്ങനെ നിക്കാണ്. ഇറക്കാൻ പറ്റൊന്നും ഇറക്കണില്ല. ഫുള്ള് ഷെയ്ക്കാവാണ്. ഷെയ്ക്ക് ഇവിടെ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഭയങ്കര ഷോക്കാണ്. കാരണം നല്ല മഴ പെയ്തുകൊണ്ട് റോഡ് പിന്നെയും കുണ്ടും കുഴിയൊക്കെ പിന്നെയും കൂടിക്കുന്നു. ഈ കുണ്ടും കുഴിയും കൊന്നല്ലേ ഒന്ന് പറഞ്ഞ പോലെ. എന്നാലും ഒരു ഫ്ലോക്ക് അങ്ങനെ പറയണ എപ്പോഴും പോസ്റ്റും കാല് പറഞ്ഞാൽ മാതിരി പോസ്റ്റ് പറഞ്ഞാലും ഇതാണ്, കാല് പറഞ്ഞാലും. അപ്പൊ ഞങ്ങള് ഇവിടെ എത്തി, കാരക്കുന്ന് എത്തി. ഇനി മഞ്ചേരി എത്തിയിട്ട് കസവക്ക് പോവാന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് എടുക്കുക. ഇക്കൊക്കെ സറവാനാണ്. ഇക്ക ചുരിദാറിടും. എനിക്കും അപ്പൂസനും ഇക്കാക്കും ഒരേ കളർ. ഞാൻ എന്താ ഞാൻ ഫ്ലിപ്കാർട്ടിലൊരു തുണി കണ്ടുവെച്ചിട്ടുണ്ട്. ആ തുണിയും പിന്നെ ഒരു ടീഷർട്ട് ഇടും ഞാൻ. മിന്നു ഞങ്ങള് എടുക്കണ അതേപോലത്തെ ഞങ്ങള് രണ്ടാളും മാച്ചിങ് ആയിക്കാണ്ട് എടുക്കണം എന്ന് കരുതിയിരിക്കുന്നില്ല.
ഞങ്ങളിന്ന് മഞ്ചേരി റൂം എടുത്ത് നാളെ രാവിലെ മിക്കവാറും പിന്നെ വേറെ ഒന്നുണ്ട്, പബ്സിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിക്കണ്. ഓള് എന്താ പറയാ നാളെ മറ്റന്നാളെ കാലിക്കറ്റ് പോവാണ്, പുതിയ കോഴ്സിനൊക്കെ ചേർന്നിക്കണ്. അപ്പൊ ഇനിയിപ്പോ ഒയിനൊന്നും കാണലുണ്ടാവില്ലല്ലോ. ഓള് വീട്ടിൽ വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ എന്താക്കിയില്ല, ഓള് വീട്ടിൽ വന്നില്ല. ഓള് ഫുള്ള് പോകുന്ന ഒരു ശോകത്തിലാണ്. പുള്ളിക്കാരി ചൂസ് ചെയ്ത സംഭവം തന്നെയാണ്. ഞാൻ അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് പോകും, 100 ആയുസ് കൊടുക്കട്ടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പബ്സിനെ കാണാന് പൂതിയിരിക്കുന്നു, കൊറേ കണ്ടിട്ട്. അപ്പൊ ഓളോട് വരാൻ പറഞ്ഞിരിക്കണേ. മൊത്തത്തിൽ ഞങ്ങൾ ഇന്ന് കളറാക്കോ. പിന്നെ ഇതിന്റെ ടീഷർട്ട് ഇക്ക് വാങ്ങി തന്നതാണ് ഗൈസ്. ഞാൻ വാങ്ങിയതാണ്, അങ്ങനെ എനിക്കൊരു ടീഷർട്ട് ഓസിക്ക് കിട്ടി. പ്രതീക്ഷിക്കാതെ ഒരു പുതിയ ടീഷർട്ട് കിട്ടി. അപ്പൂസ് ഉറങ്ങി, നിന്റെ മടിക്ക് ഇരുത്തട്ടോ ഞാനിക്ക. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ. പിന്നെന്താണ്, പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മളെന്താ വെച്ചാൽ വീഡിയോ എന്താ വെച്ചാല് പിന്നെ കല്യാണത്തിന്റെ വീഡിയോ ഞാനിങ്ങനെ ഷോർട്ട് ആക്കി ഇടാം. കല്യാണത്തിന്റെ അന്നത്തെ വീഡിയോ ഞങ്ങള് വലിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാല്ലാ ഇടുന്നുണ്ട്. 2-3 ദിവസത്തെ പരിപാടിയൊക്കെയാണ്, കുഞ്ഞു പരിപാടിയാണ് കേട്ടോ. ഞങ്ങളൊരു പുതിക്ക് ഞങ്ങൾക്ക് എങ്ങനെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇന്റെ കല്യാണം കഴിഞ്ഞ് മിനുവിന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ 3-4 വർഷം കഴിഞ്ഞിട്ട് ഒരു കല്യാണം കിട്ടുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ വർഷങ്ങൾ കൂടുമ്പോഴേ കല്യാണം കിട്ടുള്ളൂ. അപ്പൊ പിന്നെ മാക്സിമം എൻജോയ് വെക്കാം, അത്രേ ഉള്ളൂ. നീക്കാക്ക് എന്താ പറയാണ്ട്? ഞാൻ എന്താ മറന്നു പോയാന്നില്ലേ. അപ്പൊ ഗായ്സ് എന്താ വെച്ചാല് നമ്മള് എങ്ങനത്തെ വീഡിയോ ആണ് ഇടേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാതിരി പറയൂ. കാരണം നമ്മൾ എന്തൊക്കെ ടാസ്കുകളാണ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ചലഞ്ചോല് കൊറേ പറഞ്ഞിക്കണല്ലോ. നമ്മള് വീഡിയോ എടുത്തിട്ടില്ലേ, അതാണ്. ഇനി ഇക്കാന് കിട്ടൂല. ഇക്കെന്താ അവല് സുബൈക്ക് ജിമ്മിന് പോകും. ജിമ്മിന് പോയി വന്നുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് കടയിൽ പോകും. പിന്നെ നട്ടപ്പത്തിരക്കല്ലേ വരുള്ളൂ, 10 മണിയോ വരുമ്പോക്കെ. പിന്നെ ആ നേരത്തിൽ ഞാൻ വീഡിയോ എടുത്തിക്കാം. എനിക്ക് ഉറങ്ങൊന്നും വേണ്ട. എന്ത് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞ എന്തൊക്കെ ചലഞ്ചോല് പറയണ്ടല്ലോ. ചൊവ്വാഴ്ച ഈറ്റിംഗ് ചലഞ്ചാണ് ഗൈസ്. കൊണ്ടുപോകും, ഇക്ക കൊണ്ടുപോകും. ആ ഉറപ്പാണ്, ഇക്കാക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇക്ക തീറ്റ എത്ര കുറച്ചിക്കണെന്ന് പറഞ്ഞാലും അതിക്ക കൊണ്ടുപോകും ഗൈസ്. അപ്പൊ അപ്പു ഉറങ്ങിയിട്ട് ഞാൻ എന്റെ മടിയിൽ ഇരുത്തട്ടോ. അപ്പൊ ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാല്ലേ. നിങ്ങൾക്ക് എന്തേ പറയാണ്ടോ? എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല. അപ്പൊ ഗൈസ് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ വീട്ടിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടും ഇതാണ് ഇവിടുന്ന് മാറ്റുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ നോക്ക് എന്നാ പറഞ്ഞു. അപ്പൂസ് ഉറങ്ങി നീച്ചിക്കണ്. ഞങ്ങൾ നേരെ അതാണ് ഇവിടെ എത്തിക്കണേ, കസവ് കേന്ദ്രത്തിൽ എത്തിയിരിക്കാണ്. ഇവിടെ മാറ്റിലും മുടിച്ചിലൊക്കെ നടക്കട്ടോ, കാരണം മേലേക്ക് പോവല്ലേ. ഇതിൽ പിന്നെ ലിഫ്റ്റൊക്കെ ഇട്ട് എല്ലാ പോടാ എന്നാ നടക്ക്. കൈസോക്ക് പീപ്പിന്റെ ഷൂ ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പൊ ഞങ്ങള് ഇനി മേലേക്ക് കയറി വെക്കട്ടെ. ഞാൻ ഡ്രസ്സ് തപ്പിങ്ങാണ്ട് അപ്പൂസ് ഇതാ ടൈ ഒക്കെ ഇട്ടിക്കണ്. അപ്പു അതിലും എന്നോട് ലാസ്റ്റ് വന്ന ദിലുവിനോട് എന്നോടത്തൊക്കെ പറയുന്നുണ്ട്. അതിന് നമ്മൾ കസവിൽ എത്തിയിരിക്കുകയാണ്. ഉള്ളിൽ കയറി ബിസ്മീൻ ചൊല്ലി കയറിയിരിക്കണ്. അല്ലാവേ 1 മണിക്കൂർ എടുത്ത് കച്ചണേ. അപ്പൊ ഏതാണ് ഇത് ചോദിച്ചത്? ഏതാ പൊന്നേതാ വേണ്ടത്? അപ്പോൾ എടുത്ത് പോന്നാ അടുത്ത് പോരും കേട്ടോ. ഓളെടുത്ത് പോന്നോട്ടെ. എനിക്കേതാ വേണ്ടത്? അത് പറ്റുമോ? അപ്പോൾ അത് പറ്റുമോ? ഒരാൾ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ ഇവിടെ എത്തിയിരിക്കാണ് ഗൈസ്. മാസ്ക് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നു. കൊറോണനെ പേടിച്ചിട്ടുണ്ട് അല്ലേ? സത്യം പറഞ്ഞ ജത്തിന് മാസ്ക് ഇട്ട് നിപ്പനെ പേടിച്ചിട്ടല്ലേ? ഓള് എന്നാ 3-ാം തീയതി പോകും പറഞ്ഞാണ്ട് ഇപ്പൊ മാസ്ക് ഇട്ട് പേടിച്ചിരിക്കാണ്. അപ്പൊ അതിലും തപ്പലോട് തപ്പല അതൊക്കെ ഓക്ക് വലിച്ചിട്ടാണ് ഗൈസ്. ഇത്രയും ഐറ്റം ഓക്ക് വലിച്ചിട്ട് ഓക്ക് ഏതും പറ്റിയിട്ടില്ല. ഇതിലേക്ക് ലൈനിങ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഡാർക്ക് ലൈറ്റ് വേണമെങ്കിൽ റെഡാണ് റെഡോ ചെറിയ സാധനം ഇവിടെ ഉണ്ടായിട്ട് ഓക്ക് പറ്റിയതാണ് കാണിച്ചത് കേട്ടോ. ഒന്ന് ഇതൊക്കെ ഓക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് താഴത്തെത്തത് പിന്നെ ഈ കാണുന്നതൊക്കെയാണ് ഓക്ക് പറ്റിയിരിക്കണെന്ന് പറയുന്നത്. ഈ ബ്ലാക്ക്
ബ്ലാക്ക് ആകുമ്പോൾ എനിക്ക് ബ്ലാക്ക് എടുക്കി. പിന്നെ ഇത് വണ്ടി നിലത്ത് കുക്ക് താഴെ കുക്കി ഇറങ്ങി ആ പോട്ടെ. വാതിൽ തുറക്കാൻ പറ, അത് തുറക്കാൻ പറ, വാതിൽ തുറക്കാൻ പറ, വിളിച്ചോക്ക്. ഏയ് പറ അപ്പൂസ് പോണ് ഒക്കെ അളവോക്കി പോവാണ്. ഇതോ ചോദിച്ചുകൊണ്ടൊക്കെ ഇതില് കയറാ, ഇതില് വീണോയിക്കോ. അതാ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇറ്റത്തുനിന്ന് പോവാന്. എന്തൊക്കെയാ പറയാനുള്ളത്? 3 മണി എന്തേ എപ്പോഴാ നമ്മളെത്തിയത്? എപ്പോഴാ നമ്മളെത്തിയത്? ആകെ 2 മണിക്കൂർ അതിനാണ്. പക്ഷെ ഞങ്ങൾ അവിടെ കാത്തുക്കണ്ട്. അപ്പൂസാണെങ്കില് കാരണം എന്താ വെച്ചാൽ വിശന്ന് അങ്ങനത്തെ എത്തിക്കുന്നു. അതാണ് പിരാന്ത്. ഞാൻ എന്റെ പൗതിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ പറഞ്ഞു ഒന്നായിട്ടുണ്ട് അറിഞ്ഞു കഴിഞ്ഞാല് ആന കാണിച്ചു കൊടുക്കണില്ലോ. ഇവിടെ ഉണ്ട് അപ്പു ആകെ കൊയങ്ങിക്കുന്നു ഗൈസ്. ഓക്ക് ഫ്രീ ആയിട്ട് ഓളെ തുറന്നു വിട്ടു കേട്ടോ. ഞാൻ പിടിച്ചില്ല. ഓൾക്ക് അതിലെ വേണ്ടത് ഓരൊക്കെ പോയി ഓള് പോന്ന്. അപ്പൂസിനും അയക്കണ്. അപ്പൊ നമ്മള് നേരെ അവിടെ ഹോട്ടലിലെത്തിയിട്ട് കാണാം കേട്ടോ. നമ്മൾ നല്ല മന്തിയും അൽഫാമും കഴിച്ചിട്ട് കാണാം. ബീഫ്. അപ്പൊ ഗൈസ് ഞങ്ങൾ തന്നെ ഫർസിയിൽ എത്തിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇപ്പൊ പാർക്കിങ്ങില് ഓളാണ് അല്ലേ. ഞാനും കരുതി എവിടെ കാണാത്ത മാതിരി. എനിക്ക് ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും. അപ്പൂസിന് എന്നാ വേണം? തന്നതണ്ട് ഒഴിവാക്കി കൊണ്ടായത്. അപ്പൊ ഞങ്ങള് നേരെ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഓക്ക് ഒലത്തിയതും മലത്തിയതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വരാം. ഇപ്പൊ ഒന്നും പറയാനൊന്നും കിട്ടില്ല. കാരണം വിശന്ന് കഴിക്കാൻ കഴിയൂല ഗൈസ്. ഗ്യാസ് ആയിരുന്നു. ഇറ്റാളിയും കൊണ്ടൊക്കെ വരുന്നത്. ഞമ്മൾക്ക് എങ്ങനെ വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എന്തും അത് ഡ്രസ്സാനും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല. പക്ഷെ നിസ്കാരത്തിന് മുമ്പ് കഴിക്കണം. അതാണ് എനിക്ക് വേണ്ടിയത്. അപ്പൊ ഞങ്ങൾ നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കണം. മീനെ കണ്ട തോരയാണ്. ഇങ്ങനെയാ നോക്കണ ഇങ്ങനല്ല കേട്ടോ. വൈബിലാണ്. അപ്പൊ ഗായ്സ് നമ്മള് ഭക്ഷണത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഓർഡർ ആക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓലിപ്പോൾ വരുന്ന പറഞ്ഞത്. ഇവിടെ ആരും എത്തിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫ്രൈഡ് റൈസ് എത്തി. ലിലുവിൻ്റെ ഡ്രാഗൺ ചിക്കനും അൽഫാം ഫുൾ സെറ്റാണ്. അപ്പോൾ ജോക്കല്ലേ ഇവിടെ കുട്ടി നല്ല നല്ലതാണ്. നല്ല രസമുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല വിശന്ന് നിൽക്കുകയാണ് ഗൈസ്. ഞാൻ കഴിച്ച് വേഗം ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ചാലുണ്ട്. ഫുഡ് പിന്നെ അത് ടേസ്റ്റ് ഇല്ലാത്ത ആ ഫുഡ് തുറക്ക്. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡിന്. കാരണം ടൈമിന്റെ പ്രശ്നം. തുറന്നാണ് ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കണേ.
നല്ല ക്ലൈമറ്റ്. നമുക്ക് നേരെ എന്നെ കാഴ്ച ഞങ്ങൾ ഇതാണ് പപ്സിനെ അവിടെ ഓളെ വീട്ടിലാക്കി. ഞങ്ങള് വെള്ളമൊക്കെ കുടിച്ചു, അമ്മനെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു പോന്നു. ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ. റബ്ബേ എന്നൊക്കെ പറ്റിയുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ പെണ്ണുങ്ങളപ്പം ഞാൻ പോവില്ല, ഒരൊറ്റക്ക് പോവാ ഗൈസ് കൊണ്ടുപോകും. നമ്മളൊരു ആവശ്യം നടക്കൂല. ശരി ഗൈസ്, നമ്മൾ അജ്ഫാനിന് നമ്മൾ എന്താ വെച്ച് കഴിച്ചേക്കല്ലോ കേട്ടോ. സാധനം വാങ്ങി. അപ്പൂസിന് ഒരു വത്തക്ക വാങ്ങി. വത്തക്ക പൊട്ട്. പിന്നെ ഗൈസ് അവിടുന്ന് വീടെടുക്കാനും പറ്റില്ല. ഇതെന്താണ്? ഇത് പൊട്ടിച്ചാണ് ഇവിടുന്ന് കഴിക്കാനാണ്. പിന്നെ ഈ സാധനം ദിലുവിന് പറ്റാത്തത്, എനിക്ക് പറ്റുള്ളത്. പിന്നെ പിസ്ത വാങ്ങി. പിന്നെ നെക്സ്റ്റ് പിന്നെ ഇത് കശുവണ്ടി. പിന്നെ ഇത് ഈത്തപ്പായ 1 കിലോ വാങ്ങിക്കണേ. പ്രോട്ടീനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ അടിച്ചാൻ വേണ്ടിയിട്ട് 1 കിലോ വാങ്ങി. പിന്നെ ഇതല്ല മറ്റേ യൂട്യൂബർ മറ്റേ ഇവൻ്റെ മുട്ടായി ഇതല്ലേ? അല്ലല്ലേ, ഇത് മുട്ടായി തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ എത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. വെറുതെ എൻ്റെ ഒരു കയപ്പ് പറഞ്ഞല്ലേ സാധനം. ഒന്നുമില്ല ഗൈസ്, കുറച്ച് പൈസ കഴിച്ചല്ലോ. നിന്നെ കഴിച്ചാലേ സമാധാനം കിട്ടില്ല. അപ്പൂസിനാണെങ്കിൽ ഇങ്ങനെ കാത്തൊക്കെയുണ്ട്. വീട്ടിന്റെ ഉള്ളിലത്തെ നട്സാളൊക്കെ കഴിഞ്ഞിരിക്കണ് ഗൈസ്. കൊറേ നട്സ് ഒക്കെ വാങ്ങിട്ട് കടിച്ചു പൊട്ടിച്ചതൊക്കെ കിട്ടണല്ല. ഞാനൊരു കടടിച്ചോണ്ട് റെഡിയാക്കാൻ നിക്കീന്, അത് കഴിഞ്ഞില്ല. അപ്പൊ രസമുണ്ടോ? ഇതൊക്കെ ഒരു കൊല്ലം കൊടുക്ക ഓല തൊള്ളിലൊക്കെ ആ വെള്ളം കൊടുത്തു. അപ്പൊ കഴിച്ച് ഞങ്ങൾ ഇനി വീട്ടിൽ പോവാട്ടോ. നമ്മൾ പറ്റ ക്ഷീണിച്ചിരിക്കാണ്. ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ്.